Hi dears, it's me Junasar from MS Solution. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ രണ്ടാം ചാപ്റ്റർ ആയ പാക്സ് ഓഫ് എവല്യൂഷനിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം എൻ്റെ മക്കൾ നോക്കി വെച്ചോ, ഇതിന്നുള്ള ക്വസ്റ്റ്യൻസ് ഓണം എക്സാമിന് 100% ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കും. അപ്പോൾ ഏതെല്ലാമാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് നേരെ പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോടാ. ആദ്യം ഈ ഒരു ചിത്രം എന്തിൻ്റെ ചിത്രമാണ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ന്യൂറോണിൻ്റെ ചിത്രം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 3 ചിത്രങ്ങളാണ് നമ്മുടെ പകർത്തി വരയ്ക്കാൻ റീഡർ പറയാം. അതിൽ ഒന്നാമത്താണ് ന്യൂറോണാണ്, രണ്ടാമത്താണ് നമ്മളെ ബ്രെയിന് മസ്തിഷ്കത്തിൻ്റെ ഭാഗം, മൂന്നാമത്താണ് സ്പൈനൽ കോഡ് സുഷുമ്ന. ഈ 3 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഓണം എക്സാമിന് ചിത്രം വരയ്ക്കാൻ നമ്മളോട് ചോദിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിന്. രണ്ടാമതായി എൻ്റെ മക്കൾ നോക്കി വെക്കേണ്ടതാണ് നമ്മുടെ ന്യൂറോണിൻ്റെ ചിത്രം. നിർബന്ധം. ഓക്കെ, അതിൽ ആദ്യത്തെ ഈ ന്യൂറോണിൻ്റെ ചിത്രം വരയ്ക്കാൻ പറയും. അപ്പോൾ ആദ്യ ചിത്രം നോക്കട്ടെ, റീഡറോ പകർത്തി വരയ്ക്കാൻ. ഇങ്ങനെ പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്കാണുള്ളത്. ഇനി ഇവർ പറയുന്ന ഭാഗങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം. അതിൽ ആദ്യത്തെ ദ പാർട്ട് ദാറ്റ് കണ്ടെയ്ൻ ന്യൂറോ ട്രാൻസ്മിറ്റർ അടങ്ങിയിരിക്കുന്ന ഭാഗം ഏത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കാണാം. ഇതിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഈ ഒരു കുരു പോലെ സാധനം, അതിൻ്റെ പേരെന്താടാ? ഇതാണ് ന്യൂറോ ട്രാൻസ്മിറ്ററുള്ള ഭാഗത്തിൻ്റെ പേരാണ് സിനാപ്റ്റിക് നോബ്. എന്താണ് സിനാപ്റ്റിക് നോബ്? അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി, സിനാപ്റ്റിക് നോബ്. ആ ഭാഗം അടയാളപ്പെടുത്തുക. ഇനി രണ്ടാമത്തെ ഷോർട്ട് തിൻ ഫൈബർ ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദി സെൽ ബോഡി. കോശ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നീളം കുറഞ്ഞ നേർത്ത തന്തു, അതായത് കോശ ശരീരം, ഇതാണ് നമ്മുടെ സെൽ ബോഡി. ഈ സെൽ ബോഡിയിൽ നിന്ന് പുറപ്പെടുന്ന ചെറിയ തന്തു എന്ന് പറയുന്നത് ഇതാണ് ഫൈൻ ഫൈബർ. ഇതിൻ്റെ പേരാണ് ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണിൻ്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഡെൻഡ്രൈറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ഇതിലെ ഫൈൻ ഫൈബർ നേർത്ത തന്തു ഏതാണ് ചോദിച്ചത്. അതൊന്നുമില്ലടാ, അതേതാണെന്ന്? ഡെൻഡ്രോൺ ആണ്. ആരാണ്? ഡെൻഡ്രോൺ. അപ്പോൾ അതാ ആൻസേഴ്സ് നോക്കിക്കോ. ആദ്യത്തേതാണ് സിനാപ്റ്റിക് നോബ്, രണ്ടാമത്താണ് ഡെൻഡ്രോൺ. കിട്ടുമല്ലോ. അപ്പം റീഡറോ പകർത്തി വരയ്ക്കാൻ ചാൻസ് ഉള്ള 3 ഞാൻ പ്രെഡിക്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രെയിനാണ്. രണ്ടാമതാണ് നമ്മൾ ന്യൂറോണിൻ്റെ ചിത്രം നോക്കി വെക്കേണ്ടത്. നിർബന്ധമായിട്ട് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാൽ ഇനി രണ്ടാമത്തെ ചോദ്യം പിടിച്ചോ. രണ്ടാമത്തെ ഈ ഒരു ചിത്രം, ഇതേതിൻ്റെ ചിത്ര? സിനാപ്സിൻ്റെ ചിത്ര. 100% ഉറപ്പുള്ള ചോദ്യം. എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ. ഈ ചിത്രം ഏതാണ്? നമുക്കറിയാം, നമ്മുടെ സിനാപ്സിൻ്റെ ചിത്രം. അതിലാദ്യം വാട്ട് ഡസ് പി റെപ്രസെൻറ്റ്? ഇവിടെ ഈ പി എന്ന് പറയുന്നത് എന്താണ് ചോദിച്ചിട്ടുണ്ട്. അടുത്ത് വാട്ട് ഈസ് ദ ജനറൽ നെയിം ഓഫ് ദി കെമിക്കൽ സീൻ ഹിയർ? ഈ പി എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനാണ്? ഇവിടെ കാണപ്പെടുന്ന രാസവസ്തുവിൻ്റെ പൊതുവായ പേരെന്ത്? എടാ, ഈ പി എന്നറിയപ്പെടുന്നത് ഇതിന് മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് സിനാപ്റ്റിക് നോബോ. ആ സിനാപ്റ്റിക് നോബിന് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ സിനാപ്റ്റിക് നോബിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ കുഞ്ഞു അറകൾ കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. അപ്പോൾ പി എന്ന് അടയാളപ്പെടുത്തിയത് ഏതാ? സിനാപ്റ്റിക് വെസിക്കിൾസ്. എന്താണ്? സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇനി അടുത്ത് ഇതിനുള്ളിൽ കാണപ്പെടുന്ന രാസവസ്തു കെമിക്കൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാം, അതേതാണ്? ന്യൂറോ ട്രാൻസ്മിറ്ററാ. അപ്പോൾ അതാ നമ്മളെ ചിത്രം തന്നെ, ടെക്സ്റ്റ് ബുക്കത്തെ ചിത്രം തന്നെ നോക്കാം. ഈ പി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇതാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇംഗ്ലീഷ് മീഡിയം ഇതാണ്, മലയാളം മീഡിയം സിനാപ്റ്റിക് വെസിക്കിൾസ്. ഇതിൻ്റെ ഉള്ളിൽ വസ്തു ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടിയല്ലോ. ഒന്നാമത്തെ ആൻസർ കിട്ടിയില്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം. ഇതിന് രണ്ടാമത്തെ ചോദ്യം എന്താ? ഹൗ ഡസ് ദിസ് പാർട്ട് ഹെൽപ്പ് കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസസ്? ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ നിയന്ത്രിക്കുന്നതിൽ ഈ ഭാഗത്തിൻ്റെ പങ്കെന്ത്? അപ്പോൾ ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് ചോദ്യം. അതായത് ഈ സിനാപ്സ് എന്തിനാണ്? ഡയറക്ഷന്, സ്പീഡ്, അതായത് വേഗത, ദിശയൊക്കെ എങ്ങനെയാണ് സിനാപ്സ് നിയന്ത്രിക്കുക, എങ്ങനെയാണ് ഇവർ കൺട്രോൾ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറാണ്. എടാ എൻ്റെ മക്കൾ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സിനാപ്റ്റിക് നോബ് എന്തുണ്ടാക്കും? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കും. ഇതാ സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സിനാപ്റ്റിക് നോബ് സെക്രീറ്റ് മീൻസ് പ്രൊഡ്യൂസ് എന്ന് ഓർത്തുവെച്ചാൽ മതി. സിനാപ്റ്റിക് നോബ് എന്തുണ്ടാക്കും? ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കും. ടു സിനാപ്റ്റിക് ക്ലഫ്റ്റ്. എന്താ സിനാപ്റ്റിക് ക്ലഫ്റ്റ് പറഞ്ഞാടാ? ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് പറഞ്ഞാൽ 2 ന്യൂറോണുകൾക്കിടയിലെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഇതൊരു ന്യൂറോണാണ്, ഇതൊരു ന്യൂറോണിൻ്റെ ഭാഗം കണ്ടോ. ഈ ഒരു ഇതിൻ്റെ ഇടയിലൊരു സ്മോൾ ഗ്യാപ്പ്, അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്താവും? ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. വെൻ ദി ഇമ്പൾസസ് റീച്ച് ദർ, അവിടെ എന്താവും? ആവേഗങ്ങൾ അവിടെ എത്തും. മലയാളം കേട്ടുക്കോ. ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് വിടവിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ സിനാപ്റ്റിക് വിടവിലേക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എത്തിക്കഴിഞ്ഞാൽ ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പരിപാടി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഭാഗമല്ലേ ഡെൻഡ്രൈറ്റ്, ആ ഡെൻഡ്രൈറ്റിൻ്റെ ഏറ്റവും എൻഡിനെ വിളിക്കുന്ന പേരാണ് മക്കളുടെ ഇത് ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം അല്ലെങ്കിൽ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ.
അതിലുള്ള റിസപ്റ്റേഴ്സായിട്ട് എന്താവും ബൈൻഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് കൃത്യം ഏരക്ക് ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇന്ന് കൃത്യം ഏരൻ്റെ ലൈവ് മാത്രം എൻ്റെ മക്കൾ കണ്ടാൽ മതി. നമ്മൾ 2ാം ചാപ്റ്റർ സെറ്റാക്കി തരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അതിൻ്റെ ആൻസർ ഞാൻ പറയുകയാണ്. അതായത് ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിനിൽ എന്തുണ്ട്, ഈ വട്ടത്തിലുള്ള സാധനത്തിൻ്റെ പേരാണ് റിസപ്റ്റേഴ്സ്. ഈ റിസപ്റ്റേഴ്സ് എന്താവും ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കും. അങ്ങനെ ഇമ്പൾസ്, അതായത് മെസ്സേജ്, അതായത് സന്ദേശം ഒരു ന്യൂറോണിൽ നിന്നും വേറെ ന്യൂറോണിലേക്ക് എന്താവും പാസ് ചെയ്യും. ഈ ചിത്രം നോക്കി വെക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഒന്നുകൂടി കേട്ടോ. ഈ ഒരു ചിത്രത്തെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. ഈ സിനാപ്റ്റിക് നോബിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു അറകളുണ്ട്. അതിൻ്റെ പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം സെയിം ആട്ടോ. ഈ സിനാപ്റ്റിക് വെസിക്കിൾസിൻ്റെ ഉള്ളിലാണ് നമ്മളെ ചെറിയ രാസവസ്തു, കെമിക്കൽ, ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. എന്തുള്ളത്? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇവർ ഈ സിനാപ്റ്റിക് നോബിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും പുറമെയുള്ള ഈ ലെയർ ഉണ്ടല്ലോ, കണ്ടോ? ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് സ്ഥലം. അതിലൂടെ എന്താവും ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഇതിൻ്റെ ഉള്ളിലെ രാസവസ്തു എന്താവും പുറത്തേക്ക് വരും. അപ്പോൾ ഏതിലൂടെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഏതിലൂടെയാണ് പ്രീ സിനാപ്റ്റിക് സ്ഥലം. പ്രീ സിനാപ്റ്റിക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിലൂടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടെക്കെത്തും? സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് വിടവിലെത്തും. എന്താ വിടവ് പറഞ്ഞാൽ? 2 ന്യൂറോണുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് വിടവ്. ഇപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ എവിടെ? സിനാപ്റ്റിക് ക്ലഫ്റ്റിലാണ്. ആ സിനാപ്റ്റിക് ക്ലഫ്റ്റിലെത്തിയ അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവിലെത്തിയ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കാൻ തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗം, ന്യൂറോൺ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുന്ന റിസപ്റ്ററുകളുള്ള ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗം, അതായത് നമ്മൾ ഡെൻഡ്രൈറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത ന്യൂറോണിന് ആവേഗങ്ങൾ സ്വീകരിക്കുന്ന ഡെൻഡ്രൈറ്റ് അല്ലേ? ആ ഡെൻഡ്രൈറ്റിൻ്റെ ഏറ്റവും എൻഡിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലം. ഓരിൽ റിസപ്റ്റേഴ്സ് ഉണ്ടാവും, അതിനെ സ്വീകരിച്ചിട്ട് ആ ഇമ്പൾസ് ഒരു ന്യൂറോന്ന് വേറെ ന്യൂറോണിക്ക് പോവും. അതാണ് അവിടെ പറഞ്ഞത് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണിതാ. ദിസ് ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് വിത്ത് റിസപ്റ്റേഴ്സ്. ബൈൻഡ് പറഞ്ഞാൽ കൂടിച്ചേരും. റിസപ്റ്റേഴ്സ് ഓഫ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് സ്റ്റിമുലേറ്റ് ദാറ്റ് ന്യൂറോൺ. ആ ന്യൂറോൺ എന്താവും? സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ ഇമ്പൾസ് വേറെ ന്യൂറോണിക്ക് പാസ് ചെയ്യും. അങ്ങനെ ഒരു മെസ്സേജ് വേറെ ന്യൂറോണിക്ക് പാസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ 3ാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളി ചോദ്യമാണ്. നോക്കിക്കോ, 3ാമത്തോടെ നോക്കിക്കോ, അടിപൊളി ചോദ്യങ്ങളാണ്. ഇൻ ഹ്യൂമൻസ് ഹൗ ഡസ് ദി പാർട്ട് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ബ്രെയിൻ ഫംഗ്ഷൻ. മനുഷ്യരിൽ ഈ ഭാഗം മസ്തിഷ്കത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ? സിനാപ്സ് എങ്ങനെയാണ് മസ്തിഷ്കത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കണത്? അതായത് നിയോ കോർട്ടെക്സ്, നവീന മസ്തിഷ്കത്തിൻ്റെ ഭാഗത്തുനിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, നമ്മൾ പുതിയൊരു അറിവുകളോ എന്തെങ്കിലും നേടിയെടുത്തു കഴിഞ്ഞാൽ വെൻ വി ലേൺ ന്യൂ തിങ്സ്, നമ്മൾ പുതിയ എന്തെങ്കിലും നേടിയെടുത്തു, അല്ലെങ്കിൽ ഗെയിൻ ന്യൂ എക്സ്പീരിയൻസ്, പുതിയ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് സിനാപ്സ് ഇൻക്രീസ്, അതായത് നമ്മുടെ ബ്രെയിനിലുള്ള സിനാപ്സിൻ്റെ എണ്ണം കൂടും. ബ്രെയിനിലെ സിനാപ്സിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? നമ്മളെ ബ്രെയിൻ മോർ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആവും. എന്താ മലയാളം കേട്ടുക്കോ, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയോ പുതിയ അനുഭവങ്ങൾ നേടിയെടുക്കുകയോ ചെയ്യുമ്പോൾ, അതായത് വെൻ വി ലേൺ ന്യൂ തിങ്സ് ഓർ ഗെയിൻ ന്യൂ എക്സ്പീരിയൻസ്. ഇപ്പം മനുഷ്യന്മാരൊക്കെ പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇതിനെങ്ങനെ എക്സാം ചോദിക്കാമെന്നോ? ഒരാൾ നല്ല രൂപത്തിൽ പഠിക്കുന്നുണ്ട്, ഒരാൾ തീരെ പഠിക്കുന്നില്ല. ഇതിൽ ആർക്കായിരിക്കും ബുദ്ധി കൂടുതൽ? നമുക്കറിയാം പഠിക്കുന്ന ആൾക്ക് ബുദ്ധി കൂടാൻ കാരണം മനുഷ്യന്മാരുടെ പ്രത്യേകത, നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ, മസ്തിഷ്കത്തിൽ സിനാപ്സിൻ്റെ എണ്ണം കൂടും. ദ നമ്പർ ഓഫ് സിനാപ്സ് ഇൻക്രീസ്. മസ്തിഷ്കത്തിലെ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കും. അങ്ങനെ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിച്ചാൽ എന്താ പ്രത്യേകത? ബ്രെയിൻ മോർ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആവും. നമ്മൾ ബ്രെയിന്, മസ്തിഷ്കം എന്താവും? കൂടുതൽ കാര്യക്ഷമവും പിന്നെന്താവും? കൂടുതൽ കാര്യക്ഷമമാവാൻ സഹായിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് എൻ്റെ മക്കൾ കൃത്യമായിട്ട് നോക്കണം. ഈ ഒരു ചിത്രം അതിലേറെ ഇമ്പോർട്ടൻ്റാണ് സിനാപ്സിൻ്റെ. ഇത് എക്സാം പേപ്പറിൽ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. അതെൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ന്യൂറോണിൻ്റെ ചിത്രം എന്തായാലും പഠിക്കണം. ബ്രെയിന് ഫസ്റ്റ് പഠിച്ചിട്ട് ന്യൂറോണിൻ്റെ ചിത്രമാണ് രണ്ടാമത് പഠിക്കേണ്ടത്. പിന്നെ ഈ സിനാപ്സ്. ഇനി ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇന്ന് കൃത്യം ഏരക്ക് സാറ് വരുന്നുണ്ട്. അതിൻ്റെ തിയറി ക്രിസ്റ്റൽ ക്ലിയർ ആയി പഠിപ്പിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളെ സെറ്റാക്കി പഠിച്ചോ. പിന്നെ നമ്മുടെ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ നമ്മുടെ പുതിയ കൂപ്പൺ കോഡോടുകൂടെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള സുവർണാവസരമാണ്. ഇതാ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്തുണ്ട്? ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ഓണം എക്സാം അടുത്തിട്ടുണ്ട്, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ, ഓഫറോട് ജോയിൻ ചെയ്യാൻ എൻ്റെ മക്കൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ കൂപ്പൺ കോഡ്
ജുനു K10 എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് മാത്രം യൂസ് ചെയ്താൽ എൻ്റെ മക്കൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ഫോം മാത്രം ഫില്ല് ചെയ്താൽ മതി. ഓഫറോട് കൂടെ എൻ്റെ മക്കൾക്ക് എന്താ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാൻസ് ആരും മിസ് ചെയ്യണ്ട. ഇന്ന് കൃത്യം 7 ലൈവിൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ കൃത്യം 7 കാണാം. ഓക്കെ, ബൈ.